ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. എ സർക്കിൾ വിത്ത് സെൻറ്റർ 3 2 പാസസ് ത്രൂ ദ പോയിൻറ്റ് 6 3. ഓക്കെ, രണ്ട് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന് സർക്കിളിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട്, പിന്നെന്താണ് അത് കടന്നു പോകുന്ന ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഇപ്പോൾ തന്ന രണ്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സർക്കിളിൻ്റെ റേഡിയസ് കിട്ടും. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കിക്കോളൂ, ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ബൗണ്ടറിയിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്താൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആര്? റേഡിയസ്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആരാണ്? 3 2. ഈ സർക്കിളിൻ്റെ ബൗണ്ടറിയിലുള്ള ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ആരാ? 6 3. റേഡിയസ് എന്തായിരിക്കും? അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ എന്ത് കിട്ടും? റേഡിയസ് കിട്ടും. അപ്പോൾ എങ്ങനെ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താ? ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ നമ്മൾ റേഡിയസ് കാണാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ആൻസർ, എൻ്റെ ആൻസർ നമ്മൾ കാണാൻ പോവാണ്. എന്താണ് കാണാൻ പോകുന്നത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കട്ടെ. ഇതിന് ഒ എന്ന് വിളിക്കുക. സെൻറ്റർ നമ്മൾ സാധാരണ വിളിക്കൽ ഒ. ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. അപ്പോൾ റേഡിയസ് ആരാ? ഒ എ. മനസ്സിലാക്കേണ്ടത് ഒ മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസാണ്. ഒയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അവിടെ x2 x1 ആരാ നോക്കിക്കോട്ടോ. x2 x1 കുറക്കുമ്പോൾ 6ൽ നിന്ന് ഇങ്ങോട്ട് 3 കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും x2 ആരാ? 6 ആണ് ഇങ്ങോട്ട് കുറക്കുമ്പോൾ. അപ്പോൾ y2 കുറക്കുമ്പോൾ ആ 3 തന്നെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കുറക്കണം. ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ട് കുറക്കാൻ പാടില്ല, ഒരേ ഓർഡറിൽ കുറക്കാൻ പാടില്ല. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരേ ഓർഡറിൽ നമ്മൾ അവിടെ ഇങ്ങോട്ട് മൈനസ് ചെയ്യുന്നു. സോ നമ്മൾ എഴുതി കൊടുക്കാൻ പറ്റും. എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് 6 - 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 എന്ന് പറയുമ്പോൾ 3 ആണ് y2, 2 ആണ് y1. അപ്പോൾ 3 2 കുറച്ചത്, അപ്പോൾ 3 - 2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? 3 - 2 ഹോൾ സ്ക്വയർ. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ 6 3 വർഷം 3 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, പ്ലസ് 3 2 വർഷം 1 ആണ്, 1ൻ്റെ സ്ക്വയർ എന്താ? 1 ആണ്. സോ ആൻസർ എന്താ കിട്ടുക ചോദിച്ചാൽ റൂട്ടിൻ്റെ ഉള്ളിൽ 9 + 1, 9 ഒന്നുകൂടി കിട്ടും എത്ര? റൂട്ടിൻ്റെ ഉള്ളിൽ 10. ഇതാണ് റേഡിയസ്. ഇനി ചോദ്യം ശ്രദ്ധിക്കണം. ദ ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി പോയിൻറ്റ്സ്, താഴെ പറയുന്ന ഓരോ പോയിൻറ്റ്സും ഏതാണ്? വിത്ത് കോർഡിനേറ്റ്സ് 0 2 എന്ന് പറയുന്ന കോർഡിനേറ്റുള്ളൊരു പോയിൻ്റ് ഉണ്ട്. 3 6 എന്ന് പറയുന്ന പോയിൻ്റുള്ള കോർഡിനേറ്റുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. 0 3 എന്ന് പറയുന്ന ഈ ഒരു കോർഡിനേറ്റുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ഇത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ അതോ ഓൺ ദ സർക്കിളാണോ? അതായത് സർക്കിളിൻ്റെ ഈ ബൗണ്ടറി മേലാണോ അതോ സർക്കിളിൻ്റെ പുറത്താണോ അതോ സർക്കിളിൻ്റെ അകത്താണോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, സർക്കിളിൻ്റെ അകത്തൊരു പോയിൻ്റ് ആണെങ്കിൽ സെൻറ്ററിൽ നിന്ന് അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഈ റേഡിയസിനേക്കാളും എന്തായിരിക്കണം? കുറവായിരിക്കണം. സർക്കിളിൻ്റെ ബൗണ്ടറി മേലുള്ളൊരു പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആ റേഡിയസിന് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി പുറത്തുള്ളൊരു പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ഈ സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് റേഡിയസിനെക്കാട്ടിലും വലുതായിരിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇപ്പോൾ തന്ന പോയിൻറ്റ്സ് ഇല്ലേ, ഈ തന്ന പോയിൻറ്റ്സ് ഞാൻ വിളിക്കുന്നു P Q R എന്ന് വിളിച്ചു. എന്നിട്ട് ഓയിൽ നിന്ന് സെൻറ്ററിൽ എന്താണ്? O ഉണ്ടല്ലോ, ഓയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക, Qയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക, Rയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക. അപ്പോൾ OP കാണണം, OQ കാണണം, OR കാണണം. ഈ 3 ഡിസ്റ്റൻസ് കാണാം. ഈ 3 ഡിസ്റ്റൻസ് കണ്ടിട്ട് ആ റേഡിയസ് എന്താണോ കിട്ടിയിട്ടുള്ളത് അതിനേക്കാൾ ചെറുതായാൽ ഇൻസൈഡ് എന്ന് പറയാം. എന്താ പറയുക? ഇൻസൈഡ്. റേഡിയസ് എത്രയാണോ അതിനേക്കാൾ കൂടുതലായാൽ എന്ത് പറയാം? ഔട്ട്സൈഡ് എന്ന് പറയാം. കറക്റ്റ് തന്നെ കിട്ടി എന്ത് പറയാം? ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എടുക്കുക. മനസ്സിലായോ? അത്ര ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? OP കാണും, OQ കാണും, OR കാണും. സോ ഞാൻ എന്താ കാണാൻ പോകുന്നത്? OP കാണുന്നു, OQ കാണുന്നു, OR കാണുന്നു. എന്താണ് OP എന്ന് പറഞ്ഞാൽ? ഓയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ എളുപ്പം ചെയ്യാൻ വേണ്ടി ഒരു പണിയുണ്ട്. O ഇവിടെ എഴുതുക, എന്നിട്ട് അതിന് താഴെ എന്ത് എഴുതുക? P എന്ന് എഴുതുക. എന്നിട്ട് O എന്താണെന്ന് എഴുതി കൊടുക്കുക. O എന്താണ്? 3 2 ആണ്. P എന്താണെന്ന് നോക്കി? P 0 2 ആണ്. ഞാനിത് അടുത്തടുത്ത് ഇങ്ങനെ എഴുതാനുള്ള മെച്ചം എന്താ അറിയാം? കുറക്കാൻ സുഖമായിരിക്കും. ഏതിന്ന് ഏത് കുറക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും. സുഖത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. കുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അടിയിൽ നിന്ന് മേപ്പെട്ടാണ് കുറക്കണമെങ്കിൽ രണ്ടും അങ്ങനെ കുറക്കണം. ഇനി മേലിന് അടിയിക്കാണ് കുറക്കണമെങ്കിൽ രണ്ടും അത് അങ്ങനെ തന്നെ കുറക്കണം. സോ കുറക്കാൻ ഏറ്റവും ഈസിയസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം കുറക്കാൻ. സോ ഇവിടെ ഞാൻ കുറക്കാൻ പോകുന്നത് എന്താണ്? ഈ O എന്ന് P ആണ് കുറക്കാൻ പോകുന്നത്. സോ 3 എന്ത് ചെയ്യുന്നു? 0 കുറക്കുന്നു. സോ 3 0 കുറച്ച് എന്തായിരിക്കും വരിക?
3 - 0 എന്ന് എഴുതാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നേരിട്ട് ഇവിടെ 3 എഴുതിയാൽ മതി. 3 0 കുറച്ച് എന്താണ് 3 സോ 3 - 0 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 2 ഹോൾ സ്ക്വയർ. സോ കിട്ടുന്ന ആൻസർ എന്താണ് 3 - 0 3 സ്ക്വയർ. 2 - 2 0 സ്ക്വയർ. സോ ആൻസർ എന്താണ് 3 സ്ക്വയർ 9 ആണ്. സോ റൂട്ട് 9 ആൻസർ എന്താ 3 ആണ്. പക്ഷെ അത് എഴുതണ്ട. കാരണം തന്നെ അറിയോ, എനിക്കിത് റൂട്ട് 10 കമ്പയർ ചെയ്യണം. ഇത് റൂട്ട് 10 ചെറുതാണ്. റൂട്ട് 10 ചെറുതാണ് അറിയോ റൂട്ട് 9. സോ അതുകൊണ്ട് ഇത് എവിടെ ആയിരിക്കും ഉണ്ടാവുക, ഉള്ളിലാണ്. അപ്പോൾ പി എവിടെയാണ്, പുറത്തല്ല, പി ഉള്ളിലാണ്. സോ പി അകത്താണ്. സോ നമ്മൾ therefore പി ഈസ് ഇൻസൈഡ് സർക്കിൾ. ഇതാണ് നമ്മൾ ആൻസർ. ഓക്കെ അല്ലേ? ഇതേപോലെ നമ്മൾ എന്ത് കാണണം, ക്യൂവിൻ്റെ കാണണം, ആറിൻ്റെ പറയണം. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണേണ്ടത് അതിന് വേണ്ടിയിട്ട്, ഒ ക്യൂ കാണണം, ഒ ആറും കാണണം. അതായത് ഒ ക്യൂ എന്ന് വെച്ചാൽ ഒ എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്ന് ആ ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതിനെന്ത് വേണം, ഒ ആര ക്യൂ ആര. ഒ ആരാണ്, സെൻറ്ററാണ്, 3 2 ആണ്. ക്യൂ ആരാണ്, ക്വസ്റ്റ്യനുണ്ട് 3 6. സോ അത് 3 6. ഓക്കെ അല്ലേ? സോ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് റൂട്ട് ഓഫ് 3 3 വർഷം എന്താണ് 0 സ്ക്വയർ പ്ലസ് 6 2 വർഷം എത്രയാണ്, 3 3 ഇറക്കണം, 6 2 ഇറക്കണം. ഓക്കെ അല്ലേ? 3 3 വർഷം 0 ആണ്, 0 സ്ക്വയർ പ്ലസ് 6 2 വർഷം 4. അപ്പോൾ 4ൻ്റെ സ്ക്വയർ. അപ്പോൾ ആൻസർ എന്തായിരിക്കും കിട്ടുക, റൂട്ട് ഓഫ് 16 വരും. 4ൻ്റെ സ്ക്വയർ എന്താ 16. ഇത് 10 റൂട്ട് 10 എന്താണ് വലുതാണ്. അതുകൊണ്ട് ഇത് എവിടെ ആയിരിക്കും ഉണ്ടാവുക, ക്യൂ എവിടെ ആയിരിക്കും ഉണ്ടാവുക. therefore ക്യൂ എവിടെ ഉണ്ടാവുക, ക്യൂ ഈസ് ഔട്ട്സൈഡ്. കാരണം പുറത്തുള്ളൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ആ റേഡിയസിനേക്കാളും ആരത്തിനെക്കാട്ടിലും വലുതായിരിക്കും എന്നുള്ള. അപ്പോൾ റേഡിയസ് എത്രയാണ്, റൂട്ട് 10 ഉള്ളൂ. അപ്പോൾ അതിനെക്കാട്ടിലും വലുതാണ് ആര്, റൂട്ട് 16. റൂട്ട് 16ൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാം 4 പക്ഷെ അത് എഴുതാത്തതിന് കാരണം എന്താ, കമ്പയർ ചെയ്യാൻ എളുപ്പം. ഇങ്ങനെ റൂട്ട് ഇട്ടുകൊണ്ട് എഴുതിയാൽ ഇവിടെ ഓൾറെഡി റൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ റൂട്ട് ഇട്ടുകൊണ്ട് രണ്ടിന് എഴുതിയാൽ എന്താണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കും. സോ വലുതാണ് ചെറുതാന്ന് നോക്കുക, വലുതാണെങ്കിൽ പുറത്താന്ന് മനസ്സിലാക്കുക. സോ ക്യൂ ഈസ് ഔട്ട്സൈഡ് ദി സർക്കിളിൻ്റെ പുറത്താണ്. ഇതേപോലെ ഒ ആറ്. അപ്പോൾ ക്യൂ പുറത്താന്ന് കിട്ടിയിട്ടോ. ക്യൂ ഇവിടെ അല്ല, ക്യൂ ഓൾറെഡി നമ്മൾ പുറത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ക്യൂ എവിടെയാണ്, പുറത്താണ് കിടക്കുന്നത്. ഇനി ആറിനെ കുറിച്ച് കൂടി പറയണം. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കുക, ആറിൻ്റെ കാര്യം. ഒ ആറ് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് കാണാം. ഒ ആരാണ്, ആറാണ്. ഒ ആരടാ 3 2. ആറെന്താ നോക്ക് 0 3. സോ ഡിസ്റ്റൻസ് കാണാം അല്ലേ. റൂട്ട് ഓഫ് എവിടെ നിന്ന് ഓർക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓർക്കുകയാണ്. ഓക്കെ, 3 - 0 എന്ന് പറയുന്ന സാധനം ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തെന്താ 2 - 3 ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കണം, നെഗറ്റീവ് ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 0 കുറച്ചാൽ 3 ആണ്. 3ൻ്റെ സ്ക്വയർ എന്താണ് 9 പ്ലസ് 2 3 കുറച്ചാൽ എന്താണ് -1 ആണ്, അതിൻ്റെ സ്ക്വയർ വരും. ആൻസർ എന്താണ്, റൂട്ട് ഓഫ് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് നെഗറ്റീവ് 1ൻ്റെ സ്ക്വയർ 1. രണ്ടും കൂടി കൂട്ടിയാൽ റൂട്ട് 10. ഈ റൂട്ട് 10 ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ആർക്ക് ഈക്വലാ, റേഡിയസിന് ഈക്വലാ. റേഡിയസ് ആരാണ്, റൂട്ട് 10 ആണ്. സോ റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഇത് ഓൺ ദ സർക്കിളാണ്. ആര്, 6. അതായത് 6 എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൻ്റെ ബൗണ്ടറി കിടക്കുന്ന പോയിൻ്റാണ്, അല്ലാതെ പുറത്തല്ല. കാരണം എന്താ, O മുതൽ 6 വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഡിസ്റ്റൻസ് എത്രയാണ്, റൂട്ട് 10 കിട്ടി. സോ സെയിം റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള അളവ് കിട്ടിയതുകൊണ്ട് അതെവിടെയാണ്, ഓൺ ദ സർക്കിൾ. അപ്പോൾ സെയിം റേഡിയസിൻ്റെ അതേ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സർക്കിൾ, റേഡിയസിനെക്കാളും വലുതായ ഔട്ട്സൈഡ് ദ സർക്കിൾ, റേഡിയസിനേക്കാൾ കുറഞ്ഞാൽ ഇൻസൈഡ് ദ സർക്കിൾ. സോ ലാസ്റ്റ് എന്ത് എഴുതി കൊടുക്കുക, therefore R is on the circle. ഇത്രയുള്ളൂ കോൺസെപ്റ്റ്. റെഡി.